ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനം അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ നന്നായിട്ട് കൊണ്ടു നടക്കണം എന്ന ആഗ്രഹമുള്ള വ്യക്തികളാണോ? ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഡെയിലി വാഷ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും വാഷ് ചെയ്യുക. വാഹനം നല്ല പുത്തം പോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിക്കുമായിരിക്കും, എല്ലാ ദിവസവും വാഷ് ചെയ്താൽ കുഴപ്പമില്ലേ, വാഹനത്തിൻ്റെ പ്രശ്നമല്ലേ, തുരുമ്പെടുക്കത്തില്ലേ? ഒരു കാരണവശാലും തുരുമ്പെടുക്കത്തില്ല. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. അതായത് ഞാൻ ആദ്യം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം ഒരു പുതിയ വാഹനം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബൈക്കാണ്, പാഷൻ എക്സ്പ്രോയാണ്. 2014 ഞാൻ ആ വാഹനം എടുക്കുന്നത്. ഏകദേശം എൻ്റെ ഒരു ഓർമ്മ പ്രകാരം 2018, 19, 20, 2020 വരെ നല്ല പക്കയായിട്ട് ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പോൾ 20 കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയി പോയതുകൊണ്ട് എനിക്ക് വാഹനം അതുപോലെ നോക്കാൻ പറ്റാതെ വന്നു. കാരണം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനത് വാഹനം കമ്പനി കൊണ്ട് ചെല്ലുന്ന സമയത്ത് എല്ലാവരും എന്നോട് ചോദിക്കും, പുതിയ വണ്ടിയാണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലരെന്നോട് ചോദിക്കും, പോളിഷ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം അതുപോലെ നന്നായിട്ട് നോക്കുമായിരുന്നു. അതിപ്പം കാറാണെങ്കിലും ബൈക്കാണെങ്കിലും. ഇപ്പം കുറച്ച് നാളായിട്ട് ഇതിന് സമയം കിട്ടാതെ വരുന്നുണ്ട്. എന്നാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ മാക്സിമം ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഈ വാഹനം നോക്കുകയാണെങ്കിൽ വാഹനം എപ്പോഴും നമുക്കൊരു അസറ്റ് തന്നെയായിരിക്കും. ശരി, ഇത്രയും പറഞ്ഞു വന്ന വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ വാഹനം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ വാഹനമായിട്ട് പുറത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് അറിയാം, നമുക്ക് എവിടെയെങ്കിലൊക്കെ ഇറങ്ങേണ്ടി വരും, പാർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ പാർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും മടിയുള്ളൊരു കാര്യം, വെയിലത്ത് കൊണ്ട് പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെയിലത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലൊരു കുഴപ്പം, വാഹനത്തിന് എന്തോ പ്രശ്നമാണ്, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ വന്ന് കയറുന്ന സമയത്ത് ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് തണൽ നോക്കി പാർക്ക് ചെയ്യും. പക്ഷേ ഇങ്ങനെ തണൽ നോക്കി പാർക്ക് ചെയ്യുന്നതൊക്കെ കൊള്ളാം. അങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ മരത്തിൻ്റെ അടിയിലൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ കാണുന്നതാണ്. ഇതൊരു പോളിഷ് ചെയ്തിട്ടിരിക്കുന്ന വാഹനമാണ്. ഈ വെള്ള സ്പോട്ട്സ് നിങ്ങൾ നോക്കണ്ട, കാരണം കഴിഞ്ഞ ദിവസം മഴ പെയ്തതിൻ്റെയാണ്. പക്ഷേ ഇതിൽ ഈ കാണുന്ന മഞ്ഞ ഡോട്ട്സ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല കനത്തിലുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുത്തതാണ്. പക്ഷേ ഇതതിൻ്റെ മാക്സിമം ലിമിറ്റാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു കറ ക്ലിയർ കോട്ട് കഴിഞ്ഞ് പെയിൻറ്റിലോട്ട് ഇറങ്ങി. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മരത്തിൻ്റെ കറ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില്ലറക്കാരിയല്ല, നല്ല ഹാംഫുള്ളാണ്. വാഹനത്തിൻ്റെ പെയിൻറ്റിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പോകത്തില്ല. ഇങ്ങനെ നമ്മൾ എത്ര പോളിഷ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ ഒരു കറ ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കത്തുള്ളൂ. ഇതിന് പിന്നെ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഫുള്ള് പേപ്പർ പിടിച്ച് ഈ പെയിൻറ്റ് കളഞ്ഞ് ഒന്നുകൂടെ പെയിൻ്റ് അടിക്കണം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ചെറിയൊരു ലാഭം നോക്കി നമ്മൾ മരത്തിൻ്റെ അടിയിലൊക്കെ കൊണ്ടിടുമ്പോൾ ഇതുപോലത്തെ വലിയ വലിയ ഇഷ്യൂസ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും നിങ്ങൾ വാഹനത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ വാഹനം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാഗ്രഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഒരു കാരണവശാലും മരത്തിൻ്റെ അടിയിൽ കൊണ്ടിടാതിരിക്കാൻ ശ്രമിക്കുക.